ഇന്നലത്തെ ചോറ് വെള്ളം ഒഴിച്ച് വെച്ചതിലേക്ക് ഞാൻ മുകളിൽ നല്ല നെയ്യൊക്കെ ഇങ്ങനെ പാറിക്കിടക്കുന്ന മാങ്ങാച്ചാറ് കറക്റ്റ് പാകം, എരിവ്, കുറുക്കം ഒക്കെ അതിങ്ങനെ അങ്ങ് തൈരിലേക്ക് ഒഴുകി പറക്കണതാണ്. എന്ത് രസമാണ് അല്ലേ? അങ്ങനെ നമുക്ക് ഒന്ന് ഇളക്കി സെറ്റ് ആക്കണ്ടേ. ഞാകിടി കുഴച്ച് പയറുതോരൻ കാന്താരി കൂട്ടിയിട്ടുണ്ടാക്കിയതാണ്. ഈ ചൂടത്തെ ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ വേറെ ഇല്ല കേട്ടോ. സംഭവം വണ്ണമൊക്കെ വെക്കും, പഴഞ്ചോറും തൈരും ഒക്കെ. ഇത്ര പേര് പഴങ്കഞ്ഞി പ്രേമികളുണ്ട്, ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അടുത്ത മാങ്ങാക്കാലവും ചക്കക്കാലവും ഒക്കെ വന്നെത്തി. നമ്മൾ സ്ഥിരം പറയുന്നൊരു വാക്കുണ്ട്, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. അതായത് ഒരു വർഷം മുഴുവൻ നമുക്ക് കഴിയാനുള്ളത് നമ്മുടെ പ്രകൃതി തന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ ഈ ചക്കയും മാങ്ങയും 3 മാസം തിന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം അതിനേക്കാൾ എത്രയോ അധികം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പറ്റാവുന്ന രീതിയിൽ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണം. നമ്മൾ ഒരു 2 വർഷം മുമ്പ് ഇത് മാങ്ങാക്കാലം എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. 5 വിഭവങ്ങൾ പ്രിസർവ് ചെയ്യുന്നത് നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. ഏത് മാങ്ങയുടെ മാത്രം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരുപാട് മൂവാണ്ടൻ മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സുനിയൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം 1 വർഷത്തേക്കുള്ള അച്ചാർ മൊത്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഇവിടെ അച്ചാറില്ലാതെ ഒരു കാര്യം നടക്കില്ല. കുറേ പറിച്ചുകൊണ്ട് വന്നതിൽ 3 കിലോ അരിഞ്ഞതിന് ശേഷം, കുനുകുനൂന്ന് അരിഞ്ഞതിന് ശേഷം 3 കിലോ തൂക്കത്തിലാണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളത് നമ്മളിതേ അരിഞ്ഞിട്ട് ഉണക്കാനുള്ള സെറ്റപ്പാണ്. അന്ന് 2 വർഷം മുമ്പ് ഉണക്കിയ മാങ്ങ കൊണ്ടിട്ട് ആണ് ഇത്ര നാൾ നമ്മൾ കുക്ക് ചെയ്തത്. അതിപ്പോൾ കഴിഞ്ഞു. ഇനി ഒരു 5-6 പീസ് ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഉണക്കാനുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്യണം. എന്നിട്ട് കല്ലുപ്പിട്ട് തിരുമ്മി നമ്മൾ ടെറസിൻ്റെ മുകളിൽ പായൽ കൊണ്ടുവച്ച് ഉണങ്ങണം. അതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ മാങ്ങാച്ചാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വെറൈറ്റി നമ്മുടെ സുനിയൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 19 മാങ്ങ അരിഞ്ഞു കേട്ടോ. ഇതാണ് വലിപ്പം, നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ ഒരു പാകത്തിന്, നമ്മൾ ഉണങ്ങാനുള്ള ഒരു പാകത്തിന് നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കല്ലുപ്പ് വെതറി അങ്ങ് തിരുമാൻ പോവുകയാണ്. ഒരു ലെയറായിട്ട് ഇട്ടു. ശരിക്കും ഞാൻ ഒരു 1.5 കിലോ ഞാൻ ഇട്ടു കേട്ടോ. ശരിക്കും നമുക്കിതൊരു അല്പം കൂടിയാലും ഒരു കുഴപ്പമില്ല, മാങ്ങയ്ക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആ കറിയിൽ ഉപ്പിടാതിരുന്നാൽ മതി. പക്ഷെ കുറഞ്ഞാൽ ഇത് പൂക്കുകയും ചെയ്യും, ഇതിൻ്റെ അകത്ത് പുഴി വരികയും ചെയ്യും. അപ്പം ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ ബാക്കിയും കൂടെ ഞാൻ അങ്ങ് ഇട്ടേക്കുവാണ്. 2 വർഷത്തേക്ക് ഇരിക്കേണ്ട മാങ്ങയല്ലേ. ഇനി നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ഷീറ്റിലേക്ക് വിതരണം. ഇതിനി ഉണങ്ങി ചുരുണ്ട് കറുക്കുന്ന വരെ നമ്മൾ വെയിലത്തിടും. എന്നിട്ട് നല്ല നനവില്ലാത്ത കുപ്പികളിലോ ഭരണികളിലോ ആക്കി വെക്കും. വർഷങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാം. ഇത് വെച്ചിട്ടുള്ള ധാരാളം കറികൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഉരുളി ചൂടാക്കി നല്ലെണ്ണ 200 മില്ലി ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഒരു 200 ഗ്രാം കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ടൊന്ന് വഴറ്റി മൂക്കുമ്പോൾ 400 ഗ്രാമോളം വെളുത്തുള്ളി വഴറ്റി ചേർക്കുക. വെളുത്തുള്ളി തൊലി കളഞ്ഞ് കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. നമ്മുടെ തൊടിയിൽ തന്നെയുള്ള നല്ല എരിവുള്ള 10 പച്ചമുളകും നല്ല നാടൻ മണമുള്ള കറിവേപ്പില 2 പിടിയും ഇട്ടൊന്ന് മൂപ്പിക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി തീയിൽ നിന്ന് തൽക്കാലം നമുക്ക് മാറ്റി വെക്കണം. അതിനുശേഷം പിരിയമുളകും സാധാരണ പാണ്ടിമുളകും കൂടെ 1/4 കിലോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കണം. എന്നിട്ട് തിളപ്പിച്ച വെള്ളം 1 ലിറ്റർ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും അടുപ്പിൽ വെച്ച് ഉപ്പിടും. അതെത്രയാണ് എൻ്റെ പൊന്നിടാവേ എന്ന് ചോദിച്ചേക്കല്ലേ. പാകത്തിന് എന്ന സ്ഥിരം പല്ലവി തന്നെ എൻ്റെ ഉത്തരം. ഇനി ഒന്ന് തിളച്ച് കൊഴുക്കുമ്പോൾ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച ഒരു 3 കിലോയോളം മാങ്ങയുണ്ടല്ലോ, അത് ഇളക്കി യോജിപ്പിക്കണം. 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി ഇളക്കി വീണ്ടും യോജിപ്പിക്കുക. ഇനി ഒരു 125 മില്ലി വിനാഗിരി വേറൊരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ മാങ്ങാക്കൂട്ടിലേക്ക് ചേർക്കാം. ദേ നോക്കിക്കേ, നല്ല കൊഴുത്ത് കുറുകി വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇത് എത്രയും വേഗം ഉരുളിയിൽ നിന്നും നമുക്ക് മാറ്റണം. ഉരുളിയിൽ വിനാഗിരി ഒരുപാട് നേരം വെച്ചാൽ ഉരുളി നാശമായി പോകും കേട്ടോ. അറിയാത്തവർ മനസ്സിലാക്കിക്കോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ മുകളിലേക്ക് ഒരു 150 മില്ലി നല്ലെണ്ണ വീണ്ടും തിളപ്പിച്ചിട്ട് ഈ അച്ചാറിന് മുകളിൽ അങ്ങോട്ട് ഒഴിക്കണം. കേടാവാതിരിക്കാനും പൂപ്പൽ വരാതിരിക്കാനുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഗ്ലാസ് ജാറിലേക്ക് മാറ്റി ഒരു 3 ദിവസം പുറത്ത് വെക്കണം. 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. ഇന്നലത്തെ ചോറ് വെള്ളം ഒഴിച്ച് വെച്ചതിലേക്ക് ഞാൻ കുറച്ച് ഇന്നത്തെ പയർ തോരൻ ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ട്രൈ വൺസിൻ്റെ നല്ല 1-ാം തരം കട്ട തൈര്. ഇവർ തൈര് ഉണ്ടാക്കി തരാൻ തുടങ്ങിയതിന് ശേഷം ഞാനിവിടെ തൈര് ഉണ്ടാക്കൽ നിർത്തി. നോക്ക്, മുകളിൽ നല്ല നെയ്യൊക്കെ ഇങ്ങനെ പാറിക്കിടക്കുന്ന മമ്മി നന്നായിട്ട് അടിച്ച് പൊളിച്ചുണ്ടാക്കി തന്ന മാങ്ങാച്ചാറ് കറക്റ്റ് പാകം, എരിവ്, കുറുക്കം ഒക്കെ. അത്
അതിങ്ങനെ അങ്ങ് തൈരിലേക്ക് ഒഴുകി പറക്കണതാണ് എന്ത് രസാ അല്ലേ. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി സെറ്റ് ആക്കണ്ടേ. അമ്പോ കൈ കൊണ്ട് ഇങ്ങനെ ഞകിടി 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 കുഴച്ച് ഇങ്ങനെ എടുത്ത് ഇനി നമുക്ക് കഴിക്കാം. പയറുതോരൻ കാന്താരി കൂട്ടിയിട്ടുണ്ടാക്കിയതാണ്. ഈ ചൂടത്തെ ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ വേറെ ഇല്ല കേട്ടോ. സംഭവം വണ്ണമൊക്കെ വെക്കും, പഴഞ്ചോറും തൈരും ഒക്കെ. എന്നാലും എത്ര പേര് പഴങ്കഞ്ഞി പ്രേമികളുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ശരീരം മൊത്തം തണുപ്പിക്കുന്ന രുചിയുടെ എല്ലാ മായാജലവും നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഒന്നാന്തരം പഴങ്കഞ്ഞി. ഈ ചത്തുപോയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അത്ര സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും കൈപ്പുണ്യം എന്നുള്ളത് വേറെ ഒന്നും തന്നെയാണ് കേട്ടോ. മമ്മിയാണ് പല റെസിപ്പീസും പഠിപ്പിച്ചെങ്കിൽ കൂടി മമ്മിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ സാധനത്തിന് അപാര രുചി. കിടുക്കാച്ചി.